അസ്സലാമലൈക്കും. റംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊന്നാങ്കണ്ണി ചീര പൊടിയായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈ വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ തൈ വാങ്ങിച്ചിട്ട് ഉണങ്ങി പോകുമെന്നുള്ള പേടിയാണ്. വെള്ളം കുറവാണ്, നനക്കാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പിന്നെ പൊന്നാങ്കണ്ണി ചീര ആവശ്യമുണ്ട്, പക്ഷേ അത് വാങ്ങിച്ച് കൊണ്ടുവച്ചാൽ ഉണങ്ങുമോ, നനക്കാൻ പറ്റൂലേ, നനക്കാൻ വെള്ളമില്ലേ, ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഞാൻ ഇന്നൊരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. പൊന്നാങ്കണ്ണി ചീര ഉണക്കിപ്പൊടിച്ച് പൊടിയായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് പാലിലോ സാധാ ചൂടുവെള്ളത്തിലോ ഇളം ചൂടുവെള്ളത്തിലോ കലക്കിയിട്ട് പിന്നെ കുടിക്കുക. 1 ടീസ്പൂണ് മാത്രം കലക്കി കുടിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞാനിതാ പൊന്നാങ്കണ്ണി ചീര പൊടി രൂപത്തിലാക്കിയിട്ട് ഞാനിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. ആർക്കൊക്കെ വേണ്ടിച്ചാൽ ഞാൻ എല്ലാവർക്കും അയച്ചു തരാം. കൊറിയറായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് അവരെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പം ഇങ്ങനൊരു ഇതാക്കിയതാണ്. അപ്പം ഇത് തണലത്ത് വെച്ച് ഈ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ് ഇപ്പോൾ ഈ ചീരൊക്കെ. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ വൃത്തിയാക്കിയിട്ട് നുള്ളി എടുത്തിട്ട് മൂത്ത തണ്ടുകളൊക്കെ ഒഴിവാക്കി അങ്ങനെ തളിരില മാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി നല്ല 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകണം. നനക്കുമ്പോൾ ഒക്കെ മണ്ണൊക്കെ തെറിക്കും ഇലമ്മേൽക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് മണ്ണ് കടിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം വാരാൻ വെച്ച് എന്നതിന് ശേഷം വേണം കേട്ടോ നമുക്കത് തണലത്തിട്ടിട്ട് ഉണക്കണം. നല്ല പൊരി വെയിലത്തിട്ട് ഉണക്കിയാൽ വെയിലിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ തണലത്തിട്ട് അത് ഉണക്കണം. തണലത്തിട്ട് ഉണക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നല്ലൊരു വൃത്തിയുള്ള കോട്ടൻ്റെ തുണിയും കൂടെ വിട്ട് കൊടുക്കണം. കാരണം ഉണങ്ങുന്നതിനനുസരിച്ച് കനം കുറഞ്ഞ് വരും ഇല. അല്ലെങ്കിലോ നമ്മൾ ചീര ഇല വലിപ്പില്ലാത്ത ഇലകളാണല്ലോ. പൊതുവേ ഈ ചീരയുടെ പ്രത്യേകത അതാണല്ലോ. അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റ് വന്നാൽ അതാ കിടക്കണെന്ന് പറയും. അപ്പോൾ ഇലൊന്നും തിരഞ്ഞാൽ കാണില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടൻ്റെ തുണിയൊക്കെ ഇട്ട് എന്നതിന് ശേഷം തണലത്തിട്ട് ഉണക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ എല്ലാം പാക്കാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കുക. ഞാൻ കൊറിയറായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ അയച്ചു തരാം കേട്ടോ. 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ അത്. അപ്പോൾ ആ ഇല കഴുകി ഉണക്കിയപ്പോൾ കിട്ടിയത് ഇത്ര പൊടിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. തൈ പിടിക്കാത്തവർക്കും തൈ വാങ്ങിച്ചിട്ട് നനക്കാൻ വെള്ളമില്ലാത്തവർക്കും ഒക്കെ ഉള്ളൊരു പരിഹാര മാർഗ്ഗമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ അതിൽ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളോട്. പിന്നെ ഈ ചീര കഴിച്ചവർക്ക് കണ്ണിന് മാറ്റമുണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.